ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ജിൻസി ഉടത്തിൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണണേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോയുമായിട്ടാണ്. നമ്മൾ ഒരു കുഞ്ഞുങ്ങളുടെ പഴയ ഒരു ബാലരമ വെച്ചിട്ട് പുതിയൊരു ഒരു അത് ബാലരമയ്ക്ക് നമ്മളൊരു മേക്ക് ഓവർ കൊടുക്കാൻ പോവാണേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ? ബായോ. അപ്പോൾ നമ്മളുടെ വീടുകളിലൊക്കെ, കുഞ്ഞുങ്ങളുള്ള വീടുകളിലൊക്കെ ബാലരമ വരുത്തുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇല്ലാത്തവർ ഒന്ന് വാങ്ങിച്ചിട്ടാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഈ ബാലരമ സാധാരണ നമ്മൾ വാങ്ങിച്ചിട്ട് വായിച്ചു കഴിഞ്ഞിട്ട് അവിടെ എവിടെയൊക്കെ ഇടാറല്ലേ പതിവ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മളൊരു പുതിയൊരു സൂത്രം ഉണ്ടാക്കാൻ പോവാണേ. ഇത് കുഞ്ഞുങ്ങളെ തന്നെ ഏൽപ്പിക്കാമെങ്കിൽ കുറച്ച് സ്ക്രീൻ ടൈം ഒക്കെ അവർക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഓരോ ലീഫായിട്ട് മടക്കി മടക്കി നമ്മളൊരു കാണാൻ കൗതുകകരമായുള്ള ഒരു കാര്യം ഉണ്ടാക്കാൻ പോവാണേ. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ബാലരമയൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളോട് തന്നെ പറയണം ഈ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത്. അപ്പോൾ ഏകദേശം നമുക്ക് ഇതിനായിട്ട് 3 ബാലരമയാണ് വേണ്ടത്. അപ്പോൾ അത്രയും ഉണ്ടെങ്കിൽ ഒരു കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. കാര്യം ഇത്രയും തിക്നെസ് എങ്കിലും ഒരു ബുക്കിന് വേണം. അപ്പോൾ ബാലരമ തന്നെയല്ല, ഏത് ബുക്ക് വേണേലും എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. തന്നെയല്ല, നമ്മൾ കുഞ്ഞുങ്ങളുള്ള വീടുകളിലൊക്കെ ബാലരമ കാണുമല്ലോ. അപ്പം അതുകൊണ്ടാണ് ബാലരമ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് കുഞ്ഞുങ്ങളോട് തന്നെ പറഞ്ഞിട്ട് ഒരേ പാറ്റേണിലൊക്കെ നമുക്കിത് ഓരോ ലീഫായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് എടുക്കാമെങ്കിൽ നമുക്കൊരു കൗതുകകരമായിട്ടുള്ള ഒരു കരകൗശല സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ? ബാലരമ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഓരോ ലീഫായിട്ട് എങ്ങനെയാണ് മടക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യത്തെ ലീഫിനെ നമ്മൾ പകുതിക്ക് വെച്ചിങ്ങനെ മടക്കുക, കണ്ടോ? എന്നിട്ട് അതിനെ ഇതിൻ്റെ നേർപകുതിയായിട്ട് വീണ്ടും മടക്കുക, കണ്ടോ? നമുക്ക് ഈ ഷേപ്പിൽ കിട്ടും. നമ്മൾ ആദ്യം ബാലരമ എടുക്കുക, അതിനെ ഇങ്ങനെ ഒരു കോണലായിട്ട് ഇങ്ങനെ മടക്കുക, അതിനെ തിരിച്ച് അതിൻ്റെ നേർപകുതിയായിട്ട് മടക്കുക, കണ്ടോ? ഇതാണ് ഫസ്റ്റ് ഫോൾഡിങ്. അപ്പോൾ ഇനി ഓൾട്ടർനേറ്റ് ആയിട്ട് വേറൊരു ഇതോടുണ്ട്, അതോടെ മടക്കിയിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇത് വീണ്ടും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം അത് ചെയ്യേണ്ടത് ഇങ്ങനെ മടക്കിയിട്ട് അത് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീണ്ടും അതൊന്ന് മടക്കിയെടുക്കുക, കണ്ടോ? അപ്പം ആദ്യത്തെ ഫോൾഡിങ് ഇങ്ങനെ വരും, രണ്ടാമത്തേത് ഇങ്ങനെ വരും. അപ്പോൾ ഓൾട്ടർനേറ്റ് പേജസ് നമ്മൾ ഇങ്ങനെ തന്നെ മടക്കിയത് ഫിനിഷ് ചെയ്യുക. ഓക്കെ, കാണിച്ചു തരാമേ. നമ്മൾ ഇതിനെ ഇങ്ങനെ മടക്കിയത് കൊണ്ട് ആദ്യം മടക്കിയതുപോലെ തന്നെ അടുത്ത പേപ്പർ മടക്കുക. അപ്പോൾ വീണ്ടും ഇത് തിരിച്ച് അല്ല രണ്ട് സൈഡുമായിട്ട് മടക്കുക, ഇങ്ങനെ ഉണ്ടോ? വീണ്ടും ഇത് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ ഈ ബാലരമ മുഴുവനായിട്ട് നമുക്ക് മടക്കിയെടുക്കണേ. ഇതേ നമ്മൾ ഏകദേശം എല്ലാം മടക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 3 ബാലരമയാണ് നമ്മൾ എടുത്തതെന്ന് പറഞ്ഞല്ലോ. അപ്പം എല്ലാം മടക്കി കഴിയുമ്പോൾ ഇതേ ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും, കണ്ടോ? അപ്പം നമ്മൾ ബാക്കി മടക്കി വെച്ചതും കൂടെ എടുക്കുകയാണേ, കണ്ടോ? ആ 3 കൂടെ നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇനി ഇതിനെ നമുക്കൊന്ന് തയ്ച്ചെടുക്കണം, എന്നാൽ ഇതൊന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കത്തുള്ളേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നൂലും സൂചി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തയ്ക്കാം. നൂല് കോർത്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ കാണിച്ച നൂലല്ല, ഇത് ടോയിൻ നൂലാണേ. നമ്മുടെ അരിയൊക്കെ വരുന്ന ചാക്കില്ലേ, അതിലൊക്കെ ഇങ്ങനെ വരത്തില്ലേ, തയ്ച്ച് വരത്തില്ലേ? അപ്പം അതരത്ത് നൂലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുറച്ച് സ്ട്രോങ് ആണ്. നമുക്ക് ഹാങ് ചെയ്തിടണമെങ്കിൽ ഈ ടോയിൻ നൂലുകൊണ്ട് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് എടുത്തേക്കുന്നത്. നല്ലതായിട്ട് അടിവശത്തൊരു നോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ബാലരമയുടെ സെൻട്രൽ പോർഷൻ നോക്കിയിട്ട് എടുക്കുക. സെൻട്രൽ പോർഷനിൽ നിന്ന് ഏകദേശം ഇത്രയും ഇതിനായിട്ട്, കണ്ടോ? ഇങ്ങനെ നൂല് സൂചി കൂടെ കുത്തിയിറക്കി ഒന്ന് നൂലകത്തോട്ട് എടുക്കാം. എന്നിട്ട് ഇതും അതുപോലെ തന്നെ അതിൻ്റെ സെൻട്രൽ പോർഷൻ എടുക്കുക. ഇങ്ങനെ എടുക്കുക.
ഇതിൻ്റെ സെൻറ്റർ പോർഷൻ എടുക്കുക, നല്ലതായിട്ട് വെച്ചെടുക്കുക. അപ്പോൾ നമുക്കിത് മൂന്നും കൂടെ ജോയിൻ ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ലീഫൊക്കെ ഇങ്ങനെ മൂന്ന് വന്നാൽ കുഴപ്പമൊന്നുമില്ല, നമുക്കെല്ലാം അകത്തോട്ടൊന്ന് കയറ്റി വെച്ച് കൊടുത്താൽ മതി. പിന്നീട് നമ്മൾ അടിവശം തയ്ക്കുന്നുണ്ടേ, അപ്പോൾ ഇതൊന്ന് ലാസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്യാൻ പരുവത്തിന് ഇത്രയും നൂലൊന്ന് ബാക്കി വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ടൈറ്റായിട്ട് കെട്ടിയെടുക്കണേ. അതൊക്കെ നിങ്ങളുടെ മനോധർമ്മം പോലൊക്കെ ഒന്ന് ചെയ്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടബിളായിട്ട് കെട്ടാൻ പറ്റുന്നത് എന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. ഞാനിതിനെ ഒരു ഹാങ്ങിങ് കൊടുത്തു. കണ്ടോ, ഇനി നമുക്ക് മുകൾവശം കെട്ടിയതുപോലെ തന്നെ അടിവശം കെട്ടണം, അല്ലെ ഇത് ഇങ്ങനെ തുറന്നു പോകും. അപ്പോൾ ഇതുകൂടെ ഒന്ന് കെട്ടി വെക്കാം. അപ്പോൾ മേളിൽ കെട്ടിയതുപോലെ തന്നെ നമ്മൾ ആ സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചിട്ട് അതിൽ കൂടെ വേണം നൂല് കയറ്റിയിട്ട് ചെയ്യാനായിട്ടേ. അതായത് നമ്മൾ സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചു, എന്നിട്ട് നമ്മൾ എല്ലാത്തിൻ്റെ കൂടി ഒന്ന് എടുത്തു. ഇനി നന്നായിട്ട് ടൈറ്റായിട്ടാണ് കെട്ടിയാൽ മതി കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ ഹാങ്ങിങ് ഒന്നും വേണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്നൊന്ന് കെട്ടിയെടുത്താൽ മതി. ഇത്രയും നമ്മൾ കുറച്ചുകൂടെ നല്ല ഒരു സൂചി ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഇല്ലാന്നുണ്ടെങ്കിൽ കയറാനായിട്ട് പാടാണേ. അതേ ലുക്ക് ഇങ്ങനെയാണേ. നമ്മളൊരു ഹട്ടിൻ്റെയൊക്കെ പോലെ തോന്നുന്നുണ്ടോ? അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ബോറടി മാറാനും സ്ക്രീൻ ടൈം കുറയ്ക്കാനും ഒക്കെ ഇതുപോലെ എന്തെങ്കിലും ഒരു വർക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെയ്തുകൊണ്ടിരുന്നോളും. ഇപ്പോൾ നമുക്ക് ഇത് എവിടെയെങ്കിലും ഹാങ് ചെയ്തിടണമെങ്കിൽ ഇടുകയും ചെയ്യാം, അല്ലാതെ നമുക്ക് എവിടെയെങ്കിലും വെക്കണമെങ്കിലാണെങ്കിൽ തന്നെ വെക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് ട്രൈ ചെയ്യിപ്പിച്ച് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.